നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തമിഴിൽ ഇപ്പോഴത്തെ മികച്ച സംവിധായകരിൽ ഒരാളാണ് ലോകേഷ് കനകരാജ്. കമൽഹാസനെ നായകനാക്കി വിക്രമിലൂടെയും വിജയെ നായകനാക്കി ലിയോയിലൂടെയും തുടരെ 2 ഇൻഡസ്ട്രി ഹിറ്റ് നേടുകയും ചെയ്തിട്ടുണ്ട്. 2017 മഹാനഗരം എന്ന സിനിമയിലൂടെയാണ് ലോകേഷ് സംവിധാന രംഗത്തെത്തിയത്. 2022 വിക്രം എന്ന സിനിമയിലൂടെ തമിഴിൽ സ്വന്തമായി ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് സൃഷ്ടിച്ച സംവിധായകനാണ് ലോകേഷ്. 2019 പുറത്തിറങ്ങിയ കൈദി എന്ന സിനിമയിലെ കഥാപാത്രങ്ങളെ 2022 റിലീസായ വിക്രമിൽ എത്തിച്ചുകൊണ്ടായിരുന്നു സിനിമാറ്റിക് യൂണിവേഴ്സ് സൃഷ്ടിച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംവിധായകൻ ലോകേഷ് കനകരാജ് നടനായെത്തിയ മ്യൂസിക് വീഡിയോ ഇനിമേലിന്റെ ടീസർ റിലീസ് ചെയ്തത്. ലോകേഷും ശ്രുതിഹാസനും ജോഡികളായി എത്തുന്ന വീഡിയോ ഇതിനകം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി മാറിക്കഴിഞ്ഞു. ലോകേഷിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രണയരംഗങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് ഈ വീഡിയോ പുറത്തിറങ്ങിയതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകളും രസകരമായ കമന്റുകളും നിറയുകയാണ്. ഇപ്പോഴത്തെ വീഡിയോയെക്കുറിച്ച് നടി ഗായത്രി ശങ്കർ പങ്കുവച്ച രസകരമായ കമന്റാണ് ശ്രദ്ധ നേടുന്നത്. അണിയറ പ്രവർത്തകർ വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെ കമന്റ് ബോക്സിൽ നിരവധി പേർ വിക്രം സിനിമയിലെ ഗായത്രിയുടെ മരണവുമായി ബന്ധപ്പെട്ട മീമുകൾ പങ്കുവച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നടി തന്നെ വീഡിയോ പങ്കുവച്ചതും. നിങ്ങളുടെ പടത്തിൽ ഞാൻ പ്രണയിച്ചപ്പോൾ എന്റെ തല വെട്ടി, എന്താണിത് ലോകേഷ് എന്ന കുറിപ്പോടെയാണ് ഗായത്രി വീഡിയോ ഷെയർ ചെയ്തത്. 2022 റിലീസ് ചെയ്ത ലോകേഷിന്റെ വിക്രം എന്ന സിനിമയിൽ ഫഹദ് ഫാസിൽ അവതരിപ്പിച്ച അമർ എന്ന കഥാപാത്രത്തിന്റെ ജോഡിയായാണ് ഗായത്രി എത്തിയത്. സിനിമയുടെ അവസാനത്തോടടുക്കുമ്പോൾ ഗായത്രിയുടെ കഥാപാത്രത്തെ വിജയ് സേതുപതിയുടെ വില്ലൻ കഥാപാത്രം തലയറുത്ത് കൊല്ലുന്നുമുണ്ട്. ഇതാണ് ഗായത്രിയുമായി ബന്ധപ്പെട്ട ട്രോളുകൾക്ക് കാരണവും. അതേസമയം ഇനിമേൽ എന്ന മ്യൂസിക് വീഡിയോ ഈ മാസം 25-നാണ് റിലീസ് ചെയ്യുന്നത്. കമൽഹാസൻ അവതരിപ്പിക്കുന്ന മ്യൂസിക് വീഡിയോയുടെ ഗാനരചനയും കമൽഹാസനാണ് നിർവഹിക്കുന്നത്. സംഗീതം ശ്രുതിഹാസനാണ്. ഇനിമേലിന്റെ സംവിധാനം ദ്വാരകേഷ് പ്രഭാകറാണ്. ഛായാഗ്രാഹണം ഭുവൻ ഗൗഡയും പ്രൊഡക്ഷൻ ഡിസൈൻ ശ്രീറാം അയ്യങ്കാറാണ്. സംവിധായകൻ ലോകേഷ് കനകരാജിൻ്റെതായി ഒടുവിലെത്തിയ ചിത്രം വിജയ് നായകനായി വേഷമിട്ട ലിയോയാണ്. സംവിധായകൻ ലോകേഷ് കനകരാജിന്റെ ഒരു ചിത്രത്തിൽ വിജയ് നായകനായപ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറമുള്ള ഒരു വിജയമാണ് നേടാനായത് എന്നായിരുന്നു ബോക്സ് ഓഫീസ് റിപ്പോർട്ട്. തമിഴകത്ത് ഇൻഡസ്ട്രി ഹിറ്റാകാനും വിജയ് ചിത്രം ലിയോയ്ക്ക് സാധിച്ചു. ദളപതി വിജയുടെ ലിയോയുടെ 2ാം ഭാഗം ഉണ്ടാകുമെന്നും നേരത്തെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. വിജയുടെ ലിയോ ആഗോളതലത്തിൽ 620 കോടി രൂപയിലധികം നേടിയിരുന്നു എന്നായിരുന്നു റിപ്പോർട്ട്. തൃഷ വിജയുടെ നായികയായി 14 വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും എത്തിയിരിക്കുന്നു എന്ന ഒരു പ്രത്യേകതയും ലിയോയ്ക്കുണ്ടായിരുന്നതിനാൽ ആരാധകർ കാത്തിരുന്നതായിരുന്നു. സത്യ എന്ന ഒരു കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ വിജയുടെ നായികയായി തൃഷ എത്തിയത്. വിജയ്ക്കും നായിക തൃഷയ്ക്കും പുറമെ ചിത്രത്തിൽ അർജുൻ, സാൻഡി മാസ്റ്റർ, മാത്യു, മനോബാല, പ്രിയ ആനന്ദ്, ബാബു ആന്റണി, അഭിരാമി വെങ്കടാചലം, ഇയ, വാസന്തി, മായ എസ് കൃഷ്ണൻ, ശാന്തി മായാദേവി, മഡോണ സെബാസ്റ്റ്യൻ, അനുരാഗ് കശ്യപ്, സച്ചിൻ മണി, കിരൺ റാത്തോഡ് തുടങ്ങിയ താരങ്ങളും വേഷമിടുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.